എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അന്ന് എഴുതി വെച്ച നോട്ടുകളെല്ലാം ഒന്ന് എടുത്തു നോക്കി അദ്ദേഹം പറഞ്ഞ ഒരു സംക്ഷിപ്ത രൂപവും കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ പറയുന്ന ഗോപാലസുന്ദരി എന്ന് പറയുന്ന ആരാണ്. നമ്മള് ഒരുപാട് പേര് നമുക്ക് കൃഷ്ണ ഭക്തരായിരുന്നു, നമ്മൾ വിഷ്ണു ഭക്തരായിരുന്നു, നമുക്ക് ഗുരുവായൂർ പോവാതെ ഉറങ്ങാത്തവരായിരുന്നു നമ്മളെല്ലാരും ഇല്ലേ. കുറെ പേര്, ഞാനും ഒക്കെ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണനുണ്ട് ഇങ്ങനെയൊക്കെ ആണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ ആ ഒരു കൃഷ്ണനെ നമുക്ക് ഒരുപാട് ഭക്തിയുള്ളവരാണ് അവസാനം ദേവിയിൽ വന്ന് ചേരുന്നതെന്നൊക്കെ പറയും. വിഷ്ണു ഭക്തർക്ക്, കൃഷ്ണ ഭക്തർക്കൊക്കെ ലാസ്റ്റ് റിസോർട്ട് എവിടെ വരും? അവരുടെ ശക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മൾ അവരുടെയിലുള്ള, അതായത് കൃഷ്ണനിലോ വിഷ്ണുവിലോ ഒക്കെ ഉള്ള യഥാർത്ഥ ശിവനിൽ മാത്രം എത്തിച്ചേരാൻ പറ്റില്ല, അമ്മയിലൂടെ മാത്രമേ പറ്റൂ. അതേസമയം ഗുരുവായൂർ ഭയങ്കര ഭയങ്കര സ്ട്രോങ്, ഗുരുവായൂർ കണ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അവസാനം എവിടെ വന്ന് ചേരും? ഈ പറഞ്ഞ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ അടുത്ത് വന്ന് ചേരും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. എന്നാലല്ലേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അറിയും. ബിക്കോസ് നമ്മൾ ശ്രീവിദ്യ ഉപാസകരല്ലേ, നമുക്ക് നല്ല നല്ല എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള വഴികള് ഈ തന്ത്രശാസ്ത്രം നമ്മുടെ പരമ്പര തരുമ്പോ അത് എന്തിനു നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കണം? നമുക്ക് ജപിക്കാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ അന്തരീക്ഷം മലിനമായിട്ടിരിക്കുന്ന ഈ വൈറസുകളും ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഗോപാലസുന്ദരിയെ അറിയാതിരിക്കണം? തീർച്ചയായിട്ടും അറിയണം. അപ്പൊ നമുക്കറിയാം ആരാണ് ഈ കൃഷ്ണൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഭഗവത്ഗീതയിൽ തന്നെ ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ആരാണ്? മൂകനെ സംസാരിപ്പിക്കുന്നവന്, വാചാലനാക്കുന്നവനും ഒരു മുടന്തനെ ആ ഒരു മല കയറ്റുന്നവനുമായിട്ടുള്ള ഗുരുതത്വമായിട്ട് നിന്ന് അനുഗ്രഹിക്കുന്ന രൂപത്തിൽ നിൽക്കുന്ന അല്ലയോ കൃഷ്ണ പരമാനന്ദ മാധവം, മാധവ, കേശവ, ഗോവിന്ദ. നമ്മുടെ ദേവിയുടെ നാമത്രയ മന്ത്രങ്ങൾ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ഇതെന്തുകൊണ്ട് ദേവിയുടെ മന്ത്രത്തിന്റെ നടുക്ക് വന്നു? അത് നമ്മൾ അറിയണ്ടേ. ഐം ഹ്രീം ശ്രീം ആണ്. ഐം ഹ്രീം ശ്രീം അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, ജൂം സഹ മാം പാലയ പാലയ. ജൂം സഹ ശിവമന്ത്രം. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള മന്ത്രമാണ് രോഗഹര മന്ത്രം ശ്രീവിദ്യ ഉപാസനയില്. അപ്പൊ ഈ അദ്ദേഹം ആരാണ്? ഈ കൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? കൃഷ്ണൻ ഈ പറഞ്ഞ ഓടക്കുഴൽ മോദി നിൽക്കുന്ന ആളാണോ? ഗുരുവായൂർ അമ്പലത്തിലെ ഉണ്ണിക്കണ്ണനാണോ? ആരാണ് ഈ കൃഷ്ണൻ എന്ന് നമ്മൾ അറിയണം. കർഷണം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ആകർഷിക്കുന്നവൻ. എന്താണ്? ക്ലീം എന്ന മന്ത്രത്തിലൂടെ നമ്മളെ ആകർഷിക്കുന്നത്. നമ്മുടെ ശ്രീവിദ്യ ഉപാസനയിലെ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് പറയുന്ന വിദ്യാരാജഗോപാല മന്ത്രമാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പൊ എന്തിന് ദേവീ മന്ത്രത്തിൽ കൃഷ്ണനെ കൊണ്ടുവരണോ? ആ ഒരു തലത്തിൽ കൃഷ്ണൻ ഇരിക്കുന്ന കാര്യം എന്താ? അദ്ദേഹം വേറെയല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അല്ല, ഈ ദേവിയും കൃഷ്ണനും വേറെ അല്ല. അതിന്റെ തന്ത്രശാസ്ത്രപരമായിട്ടുള്ള ചില അതിനിഗൂഢമായിട്ടുള്ള രഹസ്യ തലങ്ങളിലേക്കാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഇത് ശ്രീവിദ്യ ഉപാസകർക്ക് മാത്രം ഉള്ളതാണ്. ഈ മന്ത്രം ശ്രീവിദ്യ ഉപാസകർക്ക് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. ഗോപാലസുന്ദരി എന്ന് പറയുന്നത് അത്യനിഗൂഢമായിട്ടുള്ള ശ്രീവിദ്യ ഉപാസനയിലെ എല്ലാ ദോഷങ്ങളെയും മാറ്റി എല്ലാ ഐശ്വര്യങ്ങളെയും തരുന്ന ദേവിയുടെ ഒരു പ്രത്യേക രൂപത്തെയാണ് നമ്മൾ ഗോപാലസുന്ദരി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഗോപാലസുന്ദരി ഈസ് ഈക്വൽ ടു കൃഷ്ണൻ പ്ലസ് ലളിതാ ത്രിപുര സുന്ദരി. അപ്പൊ ലളിതാ ത്രിപുര സുന്ദരി അറിഞ്ഞ് ലളിത ഉപാസന ചെയ്യുന്ന, ശക്തി ഉപാസന ചെയ്യുന്ന ഈ പറഞ്ഞ പഞ്ചദശാക്ഷരി മന്ത്രമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഗോപാലസുന്ദരി മന്ത്രം ജപിക്കാൻ അർഹതയുള്ളൂ. ഇല്ലേ? അത് ഉറപ്പാണ്. അല്ലാതെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ലോകത്തേക്ക് ഈ മന്ത്രമോ ഈ പറഞ്ഞ ദേവിയുടെ രൂപമോ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ശ്രീവിദ്യ ഉപാസകര് വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. 100 പേരെടുത്താൽ 1000 പേരെടുത്താൽ 5 പേര് കാണും ശ്രീവിദ്യ ഉപാസകർ. അവർക്ക് തന്ത്രശാസ്ത്രം ഒരുപാട് ഗുരുപരമ്പരകൾ ഈ മന്ത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവര് എന്താ പറയാ, ഈ ശ്രീവിദ്യ ഷോഡശിയൊക്കെ ജപിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര എന്താ പറയാ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് അവർ ആടി മാസത്തില് ഈ മന്ത്രം ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ആണ്. ഈ ജഗത്തില് വന്ന് ഗുരുവായിട്ട് നിൽക്കുന്ന ജഗത് ഗുരു ആ നിൽക്കുന്ന കൃഷ്ണനും ഈ പറഞ്ഞ ലളിതാ ത്രിപുര സുന്ദരി പൂർണ്ണ കലകളോടുകൂടിയ 15 കലകളോട്, 15 പഞ്ചദശി, 16ാമത്തത് ഷോഡശി. കൃഷ്ണനാണെങ്കിലോ പൂർണ്ണാവതാരം കൃഷ്ണൻ മാത്രമാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പിന്നെ ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ ആത്മീയ പ്രൊട്ടക്ഷനും നമ്മുടെ ബാഹ്യമായിട്ട് ഈ അഷ്ടമൂർത്തിയായിരിക്കുന്ന കൃഷ്ണന്റെ പ്രൊട്ടക്ഷനും കൂടെ കിട്ടും. അതാണ് ഗോപാലസുന്ദരിയുടെ ഒരു പ്രാധാന്യം. അപ്പൊ ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഠോപനിഷത്ത് പറഞ്ഞ പോലെ കൃഷ്ണനെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഒരു കറുത്ത രൂപം ഉണ്ണിക്കണ്ണനല്ല, ഓടക്കുഴയിലും വിളിച്ചു നിൽക്കണമല്ല. നമ്മള് സാധകരെങ്ങനെ അദ്ദേഹത്തെ കാണണം? ആത്മാനം രഥിനം. കഠോപനിഷത്തില് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ ശ്ലോകങ്ങളെയാണ് ശരിക്കും പറഞ്ഞ പിന്നെ നമ്മൾ ഭഗവത്ഗീതയിലും വന്നിരിക്കുന്നത്.
ഈ ശ്ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഉപാസകൻ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ആത്മാനം രഥിനം വിദ്ധി, ശരീരം രഥമേവതു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ബുദ്ധിം ച സാരഥിം വിദ്ധിം മനഃപ്രഗ്രഹമേവച. എന്താണ് ആത്മാനം? എന്റെ ആത്മാവ് എന്റെ ശരീരമാകുന്ന രഥത്തിലിരിക്കുന്നു, അല്ലെ? എന്റെ ആത്മാവ് എവിടെ ഇരിക്കുന്നു? ഈ ശരീരം രഥമാണെങ്കിൽ 5 കുതിരകളെ പൂട്ടിയ രഥം, അതായത് എന്റെ പഞ്ചേന്ദ്രിയമാകുന്ന ഈ രഥത്തിലിരിക്കുന്ന ആത്മാവാണ് ആര്? ഈ ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ആര് രണ്ടുപേരിരിക്കുന്നുണ്ട്, ജീവാത്മാവും പരമാത്മാവും. അതാണെന്ന് ആദ്യം അറിയണം. ശരീരം രഥമേവതു, ശരീരം എന്റെ രഥമാണ്. ബുദ്ധിം ച സാരഥിയും വിദ്ധിം. ഈ സാരഥി ആരാ? നമ്മൾ കണ്ടിട്ടില്ലേ? മേളില് അർജുനൻ നിൽക്കുന്നു, താഴെ സാരഥിയായിട്ട് 5 കുതിരകളുടെ കടിഞ്ഞാണ് പിടിച്ച് കൃഷ്ണൻ ഇരിക്കുന്നു. സാരഥി ആരാണ്? കൃഷ്ണനാണ്, ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധിം ച സാരഥിയും വിദ്ധിം മനഃപ്രഗ്രഹമേവച. മനസ്സാകുന്ന പ്രഗ്രഹം കടിഞ്ഞാണ് ആരുടെ കൊടുക്കണം? മനസ്സാകുന്ന കടിഞ്ഞാണ് ആരുടെ കൊടുക്കണം? ബുദ്ധിയുടെ കയ്യിൽ കൊടുക്കണം, ഈ കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കണം. നമ്മുടെ രഥം ഓട്ടിക്കുന്നത് ആരാണ്? നമ്മുടെ ദേവിയാണ്, അല്ലെങ്കിൽ കൃഷ്ണനാണെന്ന് അറിഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കടിഞ്ഞാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം. അദ്ദേഹം ഓട്ടിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ദ്രിയാണി ഹയാനാഹുഹു. ഈ പറഞ്ഞ 5 കുതിരകൾ ആരാ? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ് ഈ കുതിരകള്. വിഷയാംസ്തേച്ച ഗോചരാൻ, വിഷയങ്ങള്, ബാഹ്യമായ വിഷയങ്ങളിലൂടെ, കണ്ണിന്റെ കാണുന്നതിന്റെ പുറകില്, ചെവിയുടെ കേൾക്കുന്നതിന്റെ പുറകില്, മണക്കുന്നതിന്റെ പുറകില്, നാവിന്റെ പുറകില്, സ്പർശനത്തിന്റെ ത്വക്കിന്റെ പുറകില് പോകുന്ന ഈ 5 ഇന്ദ്രിയങ്ങള്, ആ കുതിരകളുടെ കടിഞ്ഞാൺ ആരുടെ കയ്യിൽ കൊടുക്കണം? നമ്മുടെ സാരഥിയായിട്ടിരിക്കുന്ന, ബുദ്ധിയായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. എന്നാൽ എന്ത് പറ്റും? ആത്മേന്ദ്രിയ മനോബുദ്ധിഹ ഭോക്തേത്യാഹുർ മനീഷിനിഹ. ഇനി വരുന്ന ദുഃഖങ്ങൾ, അതായത് ഈ ഓട്ടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർ ശരിയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ആത്മാവ് എവിടെ ചെന്ന് ചേരും? യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചേരും. ആ ബുദ്ധി, അതായത് ആ ഭോക്തേത്യാഹുർ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? അതായത് സാധകൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ പോകണം. ഈ ബുദ്ധിമാന്മാര് തന്റെ ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാണ് ആരുടെ കയ്യിൽ കൊടുക്കണം? ഈ ഓട്ടിക്കുന്ന സാരഥിയുടെ കയ്യില് കണ്ണടച്ചു കൊടുത്തേക്കുക. അതുകൊണ്ടാണ് ഞാൻ കർമ്മങ്ങളുടേത് പറഞ്ഞത്. ആദ്യം കർമ്മങ്ങൾ പറയാൻ കാരണം അത് കൊടുക്കാൻ നമുക്ക് വിമുഖതയാണ്. നമ്മൾ പിന്നെയും പിടിച്ചു വെക്കും. അല്ലാതെ അർജുനൻ എന്ത് ചെയ്തു? സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, എന്നെ കൊണ്ട് ഒന്നും വയ്യ, എന്റെ ബന്ധുക്കളും മിത്രങ്ങളും വന്ന് നിൽക്കണു, ഞാനിതാ അങ്ങയുടെ പാദത്തില് സമർപ്പിക്കണു, എന്നെ സ്വീകരിച്ചാലെന്ന് പറഞ്ഞു. അദ്ദേഹം സ്വീകരിച്ചു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആ കടിഞ്ഞാണ് കൊടുത്തിട്ട് വെറുതെ ഇരുന്നോളണം. അവിടെ ഗട്ടറുള്ള റോഡിൽ കൂടെ ഒന്നും ഭഗവാൻ കൊണ്ടുപോവില്ല. ആ ഗട്ടറുള്ള റോഡാണെങ്കിലും ആ കുഴികളെ മാറ്റി സൈഡിൽ കൂടെ കൊണ്ടുപോയി എത്തേണ്ട ഇടത്ത് ഒരു ജീവനെ നമ്മൾ എത്തിക്കും. അപ്പൊ നമുക്ക് ആരാണ് കൃഷ്ണൻ എന്ന് നമ്മൾ ആദ്യം ചുമ്മാ കൃഷ്ണനെ ഇങ്ങനെ ഒരു വിഗ്രഹത്തിൽ കാണരുത്. ആരാണ് കൃഷ്ണൻ? നമ്മുടെ ശരീരത്തിലിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് കൃഷ്ണൻ. ഈ പരമാത്മ ചൈതന്യമായിട്ടുള്ള കൃഷ്ണൻ എങ്ങനെയാണ് ലളിതാ ത്രിപുര സുന്ദരി ആവണമെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ് നമുക്ക് ലളിതാ ത്രിപുര സുന്ദരി, എന്തിനാ അവിടെ ഒരു പുരുഷനെ കൊണ്ടുവരുന്ന? കൃഷ്ണൻ പുരുഷനല്ലേ, അതെങ്ങനെ ഗോപാലസുന്ദരിയായി എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ശ്രീവിദ്യ ഉപാസകർക്ക് അറിയില്ലാത്ത ഒരു ദേവീ സ്വരൂപമാണ് ഗോപാലസുന്ദരി. പലരും നമ്മുടെ ജീവിത യാത്രയിൽ ഒരുപാട് വിഷ്ണു പൂജ, കൃഷ്ണ പൂജ, ഒരുപാട് കൃഷ്ണന്റെ അമ്പലത്തിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ഉയർന്ന തലത്തില് കൃഷ്ണനെയും വിഷ്ണുവിനെയൊക്കെ ഉപാസിച്ച ഒരാൾക്ക് മാത്രമേ ശ്രീവിദ്യാ മന്ത്രത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അത് ആദ്യം മനസ്സിലാക്കൂ. നമ്മൾ വിചാരിച്ചു അന്ന് പണ്ട് ചെയ്ത കൃഷ്ണന്റെ പൂജ വെറുതെ പോയി, വിഷ്ണുവിന്റെ പൂജ വെറുതെ പോയി, എന്തെല്ലാം പാൽപായസവും കൊടുത്ത് എത്ര കൃഷ്ണക്ഷേത്രത്തിൽ കയറി ഇറങ്ങിയില്ല. അതിന്റെ ഫലമാണ് അമ്മ ഇരിക്കുന്ന മഞ്ചത്തിന്റെ ഒരു കാലായിട്ടിരിക്കുന്ന വിഷ്ണുവിന് ചെയ്ത അന്നത്തെ പൂജയുടെ ഫലമാണ് ഇന്ന് നമുക്ക് മഞ്ചത്തിലിരിക്കുന്ന അമ്മയെ കിട്ടിയത്. അമ്മയാകുന്ന ആ മഹാത്രിപുര സുന്ദരിയെ കിട്ടിയത്. അത് ശ്രീവിദ്യ മന്ത്രശാസ്ത്രത്തിന്റെ ഒരു വളരെ രഹസ്യമായിട്ടുള്ള ഭാഗം. അതായത് തന്ത്രശാസ്ത്രം പറയുന്നു, ജന്മാന്തരങ്ങള് കൃഷ്ണനെയും വിഷ്ണുവിനെയും പൂജിച്ച ഒരു ജീവന് മാത്രമേ ശ്രീവിദ്യാ മന്ത്രത്തിന് അർഹതയുള്ളൂ. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്ത എന്തെങ്കിലും വേസ്റ്റ് ആയി പോയിട്ടുണ്ടോ? അതായത് ഏറ്റവും കൂടുതൽ പ്രപഞ്ച ജീവിതത്തില് എല്ലാ ഐശ്വര്യവും രോഗപ്രതിരോധം, ഐശ്വര്യങ്ങള് എല്ലാം തരുന്നത് ആരാണ്? ആ ഇഷ്ടപ്പെട്ടവർക്ക് സാധനം നന്നായിട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കുന്ന ഒരേ ഒരു മന്ത്രമാണ് ഗോപാലസുന്ദരി മന്ത്രം. അതായത് നമ്മൾ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. ദേവി പ്രപഞ്ചാതീതയാണ്. പ്രപഞ്ചബോധമായിട്ട് എല്ലാത്തിന്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിലും അതിന്റെ മേളിലാണ് അമ്മയുടെ വാസസ്ഥാനം, നമ്മുടെ ഉള്ളിലുമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ കൃഷ്ണനാവട്ടെ, ഈ കൃഷ്ണൻ ജഗദ്ഗുരുവായിട്ട്, ഈ അഷ്ടഭൂമികളായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, അഷ്ടതാ പ്രകൃതി. ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളും
അഗ്നി ജല ഭൂമി ജല അഗ്നി വായു ആകാശം ഇതെല്ലാം ഞാനാണ്. ഇതിന്റെ കൂടെ സൂര്യനും ചന്ദ്രനും മനസ്സെന്ന് പറയുന്ന ഇല്ലെങ്കിൽ അന്ധകരണങ്ങൾ, മനസ്സ് ബുദ്ധി അഹങ്കാരം ഞാനാണ്. ഇതെല്ലാം അഷ്ടതാ പ്രകൃതി അല്ലയോ അർജുന ഞാനാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പൊ ഈ പ്രകൃതിയായിട്ടിരിക്കുന്നത് ആരാണ്? കൃഷ്ണ തത്വമാണ് പ്രകൃതിയായിട്ടിരിക്കുന്നത്. അതായത് വളരെ ഗോപ്യമായിട്ട് ഇത് വച്ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ശ്രീവിദ്യ മന്ത്രമില്ലാതെ ഇത് ജപിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് സർവ്വ അഭീഷ്ടപ്രദമാണെന്ന് ഒരു എന്താ പറയുക, ന്യായമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും ന്യായമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഏക മന്ത്രം. അതുകൊണ്ടാണ് ഇത് വെളിയിൽ പറയാത്തത്. ശ്രീവിദ്യ ഉപാസകർക്ക് ജപിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചോദിക്കാം, ആരാണ് ഈ ഗോപാലസുന്ദരി? അധികം ആർക്കും ഇത് അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് പറയാറില്ല ആരും, പറഞ്ഞ് ഈ മന്ത്രവും അങ്ങനെ കൊടുക്കാറില്ല. കാരണം ശ്രീവിദ്യ ഉപാസന നന്നായിട്ട് പോകുന്നവർക്ക് മാത്രമേ ഇത് ജപിക്കാൻ അർഹതയുള്ളൂ. അതായത് ദശമഹാവിദ്യകളിലെ പരാശക്തിയുടെ മൂന്നാമത്തെ ഭാവമാണ് ത്രിപുരസുന്ദരി. നമുക്കെല്ലാം അറിയാം, കാളി, താര, ഷോഡശി. ഷോഡശി എന്ന് പറയുന്നത് ത്രിപുരസുന്ദരി. ആ മൂന്നാമത്തെ ഭാവമാണ് ദേവി. അതായത് മഹാവിഷ്ണു കൃഷ്ണനായിട്ട് അവതാരം എടുത്തു. നമുക്കറിയാം ഭഗവാന്റെ 10 അവതാരങ്ങൾ, അതിൽ കൃഷ്ണനായിട്ട് വന്ന അവതാരം എടുത്തപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ദേവിയെ ത്രിപുരസുന്ദരിയെ ഉപാസന ചെയ്തു. ഒരുപാട് കാലം ത്രിപുരസുന്ദരിയെ ഉപാസന ചെയ്തിട്ട് ഒരുപാട് കാലം അങ്ങനെ ഏകാന്തമായിട്ട്, കൃഷ്ണൻ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല, അദ്ദേഹം യോഗേശ്വരനാണ്. യോഗങ്ങൾ നേരിട്ട് എപ്പോഴും വിഷ്ണുമായ തന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയുമായിട്ട് യോഗനിദ്രയെ കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് യോഗം ചെയ്യാൻ അധികം സമയം വേണോ? ഒട്ടും വേണ്ട. അദ്ദേഹം കുറച്ചു നാൾ തന്നെ ദേവിയെ ഭജിച്ചപ്പോ ആ ദേവിയുമായിട്ട് ത്രിപുരസുന്ദരിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. അതായിട്ട് നിങ്ങൾ തീർന്നു ഭഗവാൻ. അതായത് ഋഷിമുനിമാർ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അതായത് കൃഷ്ണൻ എങ്ങനെയാണ് ഈശ്വര ഈ ആശ്ചര്യ ഭരിതരായിട്ട് നിന്നു, ഈ ദേവിക്ക് കൃഷ്ണനുമായിട്ട് അത് തന്നെ, പക്ഷെ ഒരു ഭാഗം ദേവിയായിട്ട് തീർന്നു. അതിനെ ഇവരെല്ലാരും കൂടെ എന്താ പറയാ, ഈ ഋഷിമുനി കാണാൻ ഭാഗ്യം, ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല, എല്ലാരും എളുപ്പം വന്നോളൂ എന്ന് പറഞ്ഞ് ദേവന്മാരെ വിളിച്ച എല്ലാ ഋഷിമുനിമാരും വന്ന്, അദ്ദേഹം ഇത് അറിയണില്ല, അങ്ങനെ ഇരിക്കുകയാണ് ഒരു കദംബ വനത്തിന്റെ താഴെ, ആ ഒരു വൃക്ഷത്തിന്റെ താഴെ അങ്ങനെ യോഗം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന മാറ്റം പോലും കൃഷ്ണൻ അറിയണില്ല. അവിടെ വന്ന് എല്ലാവരും കൂടെ നമസ്കരിച്ചു, ശിവഭഗവാനെ പോലും വിളിച്ചു, കാണൂ അങ്ങയുടെ എന്താ പറയാ കൃഷ്ണൻ വിഷ്ണുവിന് വന്നിട്ടുള്ള മാറ്റം, ഇതാ അങ്ങയുടെ അർത്ഥ ഭാഗമായിട്ടുള്ള ദേവിയുടെ ത്രിപുരസുന്ദരിയുടെ രൂപം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ശ്രീവിദ്യാ മഹാമന്ത്രം, അതായത് വിദ്യാ രാജഗോപാല മന്ത്രവും പഞ്ചദശി മന്ത്രവും കൂടെ ചേർന്ന ഒരു മന്ത്രം അവരുണ്ടാക്കി. അതിനെയാണ് ഗോപാലസുന്ദരി മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രം വെച്ചിട്ട് ഇവരെല്ലാം ദേവി, ഈ പറഞ്ഞ ദേവി എന്ന് പറയാൻ പറ്റില്ല, കൃഷ്ണൻ എന്നും പറയാൻ പറ്റില്ല, രണ്ടും കൂടെ ചേർന്ന ഒരു രൂപം. ഈ മഹാത്രിപുരസുന്ദരിയും കൃഷ്ണ ഭഗവാനും ചേർന്ന ഭാവം, അതാണ് അവർ ആരാധിച്ചത്. അത് എന്താ പറയാ, ശ്രീകൃഷ്ണനാണ് ദശാവതാരത്തിലെ പൂർണ്ണ അവതാരം. അതുപോലെ പൂർണ്ണ അവതാരമാണ് ഈ പറഞ്ഞ ലളിതാ ത്രിപുരസുന്ദരി. അതായത് ഒരു കാര്യം വളരെ രഹസ്യമായിട്ട് വച്ചിരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും മഹത്വമുള്ള കൃഷ്ണന്റെ അമ്പലമാണ്, നമുക്ക് എല്ലാം അറിയാം, ഗുരുവായൂർ. അവിടുത്തെ യഥാർത്ഥ ആരാധന എന്താണെന്ന് അതിനകത്തെ ഒരു തന്ത്രിയുമായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ സത്യമാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഗോപാലസുന്ദരിയാണ് പൂജിക്കുന്നത്. അതായത് ദേവിയെ, ശക്തിയെ പൂജിക്കാതെ കൃഷ്ണനെ പൂജിച്ചാൽ ഇത്രയും ആകർഷണം വരില്ല. ദേവിയുടെ ശ്രീചക്രം, അതായത് ആ ശ്രീചക്ര സ്വരൂപിണിയായിട്ടിരിക്കുന്ന സാക്ഷാൽ ത്രിപുരസുന്ദരിയെ വച്ചിട്ട് ഈ ഗോപാലസുന്ദരി മന്ത്രം ഉപയോഗിച്ചിട്ടാണ് അവിടെ പൂജിക്കുന്നത്. ഏത് തന്ത്രിയുടെ അടുത്ത് അവര് സത്യം ചെയ്തിട്ടാണ് അകത്ത് കയറുന്നത്. ഇതൊന്നും വെളിയിൽ പറയില്ല. ജനങ്ങൾക്ക് കൃഷ്ണ 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 എന്ന് വിളിക്കണം, അവർക്ക് അതിന്റെ തത്വത്തെ അറിയാൻ പറ്റാത്തതുകൊണ്ട് പറയാറില്ല. പക്ഷെ അകത്തുള്ള എല്ലാ പൂജിച്ചവർക്കും അവിടുത്തെ തന്ത്രിക്കും ഈ സത്യം അറിയാം. അതായത് കാരണം എന്താന്ന് വെച്ചാല് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ഉണ്ട്. കാരണം വില്യമംഗലത്ത് സ്വാമികളുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തില് ഈ പറഞ്ഞ ആരാധനാമൂർത്തി പറയുന്നുണ്ട്, അങ്ങ് ഗോപാലസുന്ദരിയല്ലേ കള്ളകൃഷ്ണ, അങ്ങ് ഇരിക്കുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തില് ഗുരുവും വായുവും കൂടെ, അതായത് എന്റെ പ്രാണശക്തി, എന്റെ ഗുരുതത്വം എന്ന് പറഞ്ഞാൽ എന്റെ ശിവനും വിഷ്ണുവും വായുവും കൂടെ പ്രതിഷ്ഠിച്ച എന്റെ ശരീരം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ഗുരുവായൂരില്, ഈ ക്ഷേത്രത്തില് അങ്ങ് പ്രതിഷ്ഠിച്ചത് ആരാണ്? എന്റെ അമ്മയാണല്ലോ, എന്റെ ദേവിയല്ലേ അങ്ങ് കാണിച്ചു തരുന്നത്, ഇത് ഗോപാലസുന്ദരിയല്ലേ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഗോപാലസുന്ദരിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉയർന്ന സാധകർക്ക് മാത്രമേ ഈ ഒരു രൂപം കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് പുണ്യം, അല്ലാതെ നമുക്കത് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത് സൗന്ദര്യ ലഹരി വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സൗന്ദര്യ ലഹരിയിൽ ആദ്യത്തെ 41 മന്ത്രങ്ങൾ ആനന്ദ ലഹരി എന്ന് പറയും. അത് ദേവിയുടെ മന്ത്രശാസ്ത്രമാണ്. അത് നമുക്ക് ശ്രീവിദ്യ ഉപാസന ഇല്ലാതെ വായിക്കാൻ തന്നെ അതിന് യോഗ്യതയില്ല. അത്രയ്ക്ക് ഉയർന്ന മന്ത്രങ്ങളാണ് അതെല്ലാം. അത് ബാക്കിയുള്ളത് ദേവിയുടെ സൗന്ദര്യ ലഹരി, സൗന്ദര്യത്തെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ 41 മന്ത്രം എന്ന് പറയുന്നത്, ആ 41 ശ്ലോകം എന്ന് പറയുന്നത് തന്നെ എന്താ, മന്ത്രശാസ്ത്രമാണ്.
അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വളരെ ഗോപ്യമായിട്ട് ഈ പറഞ്ഞ ഗോപാലസുന്ദരിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ശ്ലോകം നമുക്ക് എടുത്ത് നോക്കാം. അതായത് ഈ എന്താ പറയാ താന്ത്രികമായിട്ട് ഇതിനെ വിശകലനം ചെയ്താൽ മാത്രമേ സൗന്ദര്യ ലഹരിയിൽ ഈ പറഞ്ഞ കൃഷ്ണനെ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വളരെ എന്താ പറയാ അറിയാത്ത രീതിയിൽ ശിവശക്തിയായുക്തം എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് നമ്മൾ ദേവി ഈ പറഞ്ഞ കൃഷ്ണനെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. അത് നമ്മളെ ഏത് രീതിയിലെന്ന് വെച്ചാൽ കടപയാതി ആ മന്ത്രങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് കൃഷ്ണ മന്ത്രവും വരുന്നുണ്ട്. എന്തിനാ ദേവിയുടേത് പറയുമ്പോൾ അതിനകത്ത് ശിവനെയും ദേവിയും പറയുമ്പോൾ കൃഷ്ണനെ കൊണ്ടുവന്ന് ചേർത്തിരിക്കണം എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇതൊക്കെ വളരെ തന്ത്രത്തിന്റെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള തലങ്ങളാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളൊന്നും സെപ്പറേറ്റ് അല്ല, എല്ലാം ഒന്നിൽ നിന്ന് ആ ഒരു മഹത് തത്വത്തിൽ നിന്ന് ആ ഒരു എന്താ പറയാ അവ്യാകൃതമായിട്ടുള്ള ആ ഒരു നിഷ്കളമായിട്ടുള്ള യാതൊരു കലകളുമില്ലാത്ത പൂർണ്ണ തത്വത്തിൽ നിന്ന് ശിവ ചൈതന്യത്തിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി പല ആവശ്യങ്ങൾക്കായിട്ട് നിലനിന്ന് തിരിച്ച് ലയിക്കുന്നതാണ്. അത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ അല്പബുദ്ധികൾക്ക് അത് മനസ്സിലാവില്ല അത് എങ്ങനെ തിരിച്ചെടുക്കണമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രത്തിലെ ഉയർന്നവർക്കൊക്കെ ഇത് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ശിവശക്തിയായ യുക്തയിൽ വരണമെന്ന്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം നചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതം അഭി അധസ്ത്വം ആരാധ്യം ഹരിഹര വിരിഞ്ചാതിബിരവി പ്രണന്തും സ്തോതും വ കഥം അകൃത പുണ്യ പ്രഭവതി. ഇതാണല്ലോ ആദ്യത്തെ ശ്ലോകം, നമുക്കെല്ലാം അറിയാം. അവിടെ എങ്ങനെയാണ് ശിവൻ ശക്തിയോട് ചേർന്നാൽ മാത്രമേ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യാൻ ശക്തി ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ശിവൻ ശവമാണ്. ആരുടെ ശക്തി വേണം? ഈ ദേവിയുടെ ഈ ശക്തി ഇല്ലാതിരുന്നാൽ ശിവൻ എന്താണ്? അതായത് ഈ പറഞ്ഞാല് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ ചേർന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ ദേവി ഉപാസന ചെയ്യണമെങ്കിൽ തന്നെ പല കോടി പുണ്യം വേണം. അതാണ് അകൃത പുണ്യ പ്രഭവതി. ശക്തി എന്നത് എന്താണ്? നമുക്ക് കണ്ണ് കാണണം, ചെവി കേൾക്കണം, ആഹാരം ഭക്ഷിക്കണം, രക്തചംക്രമണം നടക്കണം. ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ് അല്ലേ? അപ്പൊ ശിവൻ എന്ന മംഗളസ്വരൂപം. ശരിക്കും ഈ മംഗളസ്വരൂപം എന്നുള്ളതിന് വിഷ്ണു സഹസ്രനാമത്തില് ഭഗവാൻ ഒരു പേരുണ്ട്, മംഗളാനാം ച മംഗളം. അതായത് എല്ലാ മംഗളത്തിന്റെ ഉറവിടം. മംഗളം എന്ന് പറഞ്ഞാൽ ശരിക്കും ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം, ഓസ്പീഷ്യസ്നെസ്. ആ ഒരു എന്തിനാണ് ഒരു കറകളും ഇല്ലാത്തത്, അതാണ് മംഗളം എന്ന് പറയുന്നത്. അപ്പൊ ഈ മംഗള സ്വരൂപത്തിനായ വിഷ്ണുവിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതായത് ഈ പറഞ്ഞ മംഗളരൂപമായിട്ടുള്ള വിഷ്ണു എന്ന് അവിടെ അർത്ഥമെടുക്കണം. അതായത് ഈ മംഗളം ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രത്തോട് ചേർത്താല് ഇഹലോക ഭുക്തി പരലോക മുക്തിയും കൊടുക്കും. അതായത് ശിവശക്തി എന്ന് പറഞ്ഞാല് മംഗളമായ രാജഗോപാല മന്ത്രം, അതായത് രാജഗോപാല മന്ത്രത്തോട് സുന്ദരിയായ പഞ്ചദശാക്ഷരി മന്ത്രം ചേർന്നപ്പോൾ എന്താണ്? ഈ ശിവൻ ഈ പറഞ്ഞ നമ്മുടെ ഗോപാലസുന്ദരി മന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നത്. അതായത് മനുഷ്യന് സ്വർഗവും അപവർഗവും കൊടുക്കുന്ന, ഭോഗവും മോക്ഷവും കൊടുക്കുന്ന ഗോപാലസുന്ദരി മന്ത്രമായിട്ട് അത് തീരുന്നു. അതായത് ദേവന്മാരെല്ലാം ഈ മന്ത്രമാണ് ദേവിയെ ഉപാസിക്കുന്നത്. അവരൊന്നും വെളി പറഞ്ഞു കൊടുക്കില്ല. അതായത് ഒരു മഹാകാല സംഹിത എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. അതിനകത്ത് ദേവി ഒരിക്കലും പുരുഷവേഷം ധരിച്ചെന്നും, അതായത് ദേവി പുരുഷവേഷം ധരിച്ച് കാണാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ ദേവി എന്ത് ചെയ്തു? എന്ന് എനിക്ക് സ്ത്രീയായിട്ടിരുന്ന് മടുത്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ വേഷപ്രച്ഛന്നം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുരുഷന്റെ വേഷം കെട്ടാൻ ചിലര് നാടകത്തിലൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ദേവിക്ക് ഒരിക്കൽ തോന്നി എനിക്ക് പുരുഷവേഷം കെട്ടണമെന്ന്. ദേവി എന്ത് ചെയ്തു? ദേവി കൃഷ്ണന്റെ വേഷമാണ് കെട്ടിയത്, വേറെ ഒരാളുടെയും വേഷം കെട്ടിയില്ല. ദേവി കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് വേണുനാദത്തോടു കൂടി, വേണു അതായത് തന്റെ 9 ഓട്ടകളുള്ള ആ ഒരു ഓടക്കുഴല് കയ്യിൽ വെച്ച് എന്ത് ചെയ്തു? ആ ശരീരമെടുത്ത്, കൃഷ്ണന്റെ ശരീരമെടുത്ത് നിന്നുവെന്നും ഇതെല്ലാം കണ്ട് ആ ദേവിയുടെ ആ പുല്ലാങ്കുഴല് ഊതിയപ്പോഴത്തേക്ക് ഗുരുപ്രസാദമായിട്ട്, അതായത് ശിവന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് എന്താ പറയാ ഈ ദ്വാപര യുഗത്തില് ഈ കൃഷ്ണൻ പറഞ്ഞു, അമ്മയുടെ അനുഗ്രഹം, അമ്മ എന്റെ രൂപം എടുത്തിരിക്കുന്നു, ഈ ദ്വാപര യുഗത്തിലുള്ള എന്റെ വംശത്തിന് അമ്മ അനുഗ്രഹിക്കണം എന്ന് പറയും. നമുക്കറിയാം ദ്വാപരയില് അവസാനം എല്ലാം എടുത്തുകൊണ്ട് പോയി ആ കൃഷ്ണന്റെ പിൻഗാമികളെല്ലാം ചിന്ന ഭിന്നരായിട്ട് പറഞ്ഞു. എല്ലാരും ആ ഒരു ഇരുമ്പൊലക്ക പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ എല്ലാം ആ ഒരു കടല് കയറി ദ്വാരക നശിച്ചു പോവുകയും ചെയ്തു. പക്ഷെ പറയണു, അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അമ്മയുടെ പുല്ലാങ്കുഴൽ ഊതിയിട്ടുണ്ടെങ്കിൽ ഈ നവദ്വാരമുള്ള ദേഹം
ഇനിയും വേറെ ജന്മമെടുത്ത് അമ്മയുടെ ഊത്തിലൂടെ വന്ന് അവർക്ക് പാപവിമുക്തി കൊടുത്തിട്ട് അമ്മ അവർക്ക് എന്താ പറയുക ഈ ജന്മത്തിൽ അവരെ കരകയറ്റി അനുഗ്രഹിക്കണമെന്ന് കൃഷ്ണൻ പറയാണ്. ആരോട്? കൃഷ്ണ വേഷം ധരിച്ചിരിക്കുന്ന ഗോപാലസുന്ദരിയോട്. അപ്പൊ അമ്മ പറയണം അങ്ങനെ ആകട്ടെ, ഈ ദ്വാപര യുഗം കഴിഞ്ഞ് കലിയുഗത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉയർന്ന ജന്മം ഞാൻ കൊടുക്കും. അതാണ് പറഞ്ഞ ഉയർന്ന ആചാര്യന്മാരായിട്ട് അവർ വരും. അവർക്ക് തീർച്ചയായിട്ടും എന്നെ ഉപാസിക്കണ ഗുരുമണ്ഡലത്തിരിക്കുന്ന ഗുരുരൂപത്തിലിരിക്കുന്നവരെല്ലാം തന്നെ ഈ പറഞ്ഞ അനുഗ്രഹമുള്ളവരായിരിക്കും. എന്നെയും കൃഷ്ണനെയും എന്നെയും രണ്ടല്ല എന്ന് തിരിച്ചറിയുന്ന ഓരോരുത്തർക്കും അവർക്ക് മുക്തിപദം ഞാൻ കൊടുക്കുന്നു, അനുഗ്രഹിക്കുകയാണ്. അതാണ് ശരിക്കും ദേവി കൃഷ്ണവേഷം എടുത്തു എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് നമുക്ക് സംശയം തോന്നും, എന്താ ലളിത ത്രിപുര സുന്ദരി ശരിക്കും ആ സത്യത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ നമ്മുടെ ബുദ്ധിയിൽ ആ വെളിച്ചം കിട്ടും. അതുകൊണ്ടാണ് ഇനി ഒരു ശ്ലോകം, 6ാമത്തെ ശ്ലോകം, 2-3 ശ്ലോകം പറഞ്ഞാലേ ദേവി എങ്ങനെയാണ് ഈ കൃഷ്ണൻ എങ്ങനെയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് സൗന്ദര്യലഹരിയിൽ 6ാമത്തെ ശ്ലോകം എടുത്ത് നോക്കൂ. ധനു പുഷ്പം ഊർവി മധുകരമയി പഞ്ചവിശിക എന്ന് പറഞ്ഞ വസന്ത സാമന്തോ മലയ മാരുത എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം. ആ ശ്ലോകത്തിൽ ദേവി എങ്ങനെയാണ് കൃഷ്ണരൂപം എടുത്തത്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മന്മഥൻ എങ്ങനെയാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്? ഒരു പുരുഷൻ സ്ത്രീയെ, സ്ത്രീ പുരുഷനെയും പരസ്പരം ആകർഷിക്കാൻ കാരണം മന്മഥനാണ്. എന്താ മന്മഥൻ ആകർഷിക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ കയ്യിൽ കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും ഉണ്ട്. ആരുടെ മനസ്സിനെ അത് ഒലയ്ക്കുന്നു പറയണു? എന്താണ് ഈ പാശം, ഈ ആകർഷണം എന്ന് പറയുന്നത്? ഒരു അറ്റാച്ച്മെന്റ്, ഒരു സ്നേഹം, അവരോടൊരു പ്രത്യേക ആഗ്രഹം പറയണം. ഈ ശക്തി മന്മഥൻ എവിടെ നിന്ന് വന്നു? ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, അമ്മ എവിടുന്ന് വന്നു അമ്മ മന്മഥൻ ഈ ശക്തി? ഈ വില്ലില് ആ വെറും ഒരു കരിമ്പ് വില്ലല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്? അതിന്റെ നൂല് വലിച്ചു കെട്ടിയിരിക്കുന്ന ആവട്ടെ വണ്ടുകള്. ഈ 5 പുഷ്പങ്ങളും ഉണ്ട്. താമര, അശോകം, മല്ലിക, മാമ്പൂവ്, ആമ്പല്, ഈ 5 പുഷ്പമാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഈ വസന്തകാല കാറ്റാണ് രഥം എന്ന് പറയണു. ഈ എങ്ങനെയാണ് ഈ മന്മഥൻ ഇത്രയും ആളുകളുടെ മനസ്സിനെ ഇങ്ങനെ എന്താ പറയാ ആകർഷിക്കപ്പെടുന്നത്? തപസ്സിലിരുന്ന ശിവനെ പോലും ഉണർത്തിയത് എങ്ങനെയാണ് അമ്മ? കാരണം പറയണു, അമ്മ ഇത് അമ്മയുടെ കടാക്ഷമല്ലേ, അമ്മയുടെ ആ ഒരു കണ്ണിന്റെ പാർവ അമ്മ നോക്കിയത് കൊണ്ടല്ലേ അമ്മ എന്ന് ശങ്കരാചാര്യര് ചോദിക്കണം. ഇത് സൗന്ദര്യ ലഹരിയിലെ അർത്ഥം. ഇനി നമുക്ക് എന്താ പറയാ ഈ കൃഷ്ണനുമായിട്ടൊന്ന് ചേർത്ത് നോക്കാം. പാർവതി പരമേശ്വരന്മാര് പരസ്പരം ഒന്ന് ചേരാൻ രണ്ടുപേരും തപസ് ചെയ്തു. നമുക്കറിയാം ദക്ഷയാഗത്തില് ദക്ഷന്റെ അടുത്ത് എന്നിട്ട് ദാക്ഷായണി ദക്ഷൻ എന്നുള്ള തന്റെ പുത്രീഭാവം ഉപേക്ഷിച്ചിട്ട് യോഗാവസ്ഥയിൽ പ്രാപിച്ചു. അദ്ദേഹം അവിടെ ദക്ഷയാഗമെല്ലാം തന്നെ വീരഭദ്രനും ഭദ്രകാളിയും വന്ന് അലങ്കോലമാക്കുകയും ശിവൻ പാർവതിയെ തോളിലെടുത്ത് നടന്നു പോവുകയും ചെയ്തു. 51 ശക്തിപീഠങ്ങള് ഈ പ്രപഞ്ചത്തിൽ, ഈ നമ്മുടെ ഭാരതഭൂമിയിൽ ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ദക്ഷിണാമൂർത്തി രൂപത്തിൽ തപസ്സിന് പോയി. തന്റെ ഭാര്യയെ വെടിഞ്ഞു. തന്റെ ശക്തി ഇല്ലാതിരുന്നാൽ അദ്ദേഹത്തിന് ഒരു ക്രിയയും ചെയ്യാൻ പറ്റില്ല. കർമ്മമില്ല, അദ്ദേഹത്തിന് കർമ്മമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ശാംഭവി മുദ്രയില് അത് ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ട് തപസ്സിന് പോയി. ദേവി പർവ്വത പുത്രിയായിട്ട് ഹിമവാന്റെ മകളായിട്ട് ജനിച്ചു, പാർവതിയായിട്ട് ഇല്ലേ? ജനിച്ചപ്പോ മുതല് മനസ്സിൽ ശിവനെ വേണം. അതായത് ആ ജീവാത്മ പരമാത്മ ബന്ധം രൂപമെടുത്തെങ്കിലും ആ എന്താ പറയാ ആ ഒരു ആകർഷണം ജനിച്ചപ്പോ മുതല് ശിവൻ ആരാണ് ശിവൻ എന്ന് പോലും അറിഞ്ഞൂടാ. നാരദൻ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആരാണെന്ന്. അപ്പൊ ദാക്ഷായണി എന്ത് പറഞ്ഞു? എനിക്ക് ശിവനെ നേടിയേ പറ്റൂ, ഞാനും തപസ്സിന് പോകണമെന്ന്. നമ്മൾ എപ്പോഴും ആലോചിക്കുക, നമുക്ക് എന്ത് നേടണമെങ്കിലും തപസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകാഗ്രമായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ. അതിനാണ് നമ്മൾ കണ്ടു നിരുദ്ധം, വിക്ഷിപ്തം, ക്ഷിപ്തം എന്നൊക്കെ മനസ്സിന് പല തലങ്ങള്. ഈ മണ്ണടിഞ്ഞ് ഇങ്ങനെ ഒരു കലക്ക വെള്ളം വരും പോലെ മനസ്സിങ്ങനെ കിടക്കുക, പലത് കലങ്ങി തെളിയണം. അതിനെ എന്ത് ചെയ്യണം? ഒന്ന് തണുക്കാൻ വെക്കണം, ഒന്ന് അടിയണം. അതെല്ലാം വിക്ഷിപ്തമായിട്ടുള്ളതൊക്കെ അടിഞ്ഞ് പതുക്കെ ക്ലിയർ വാട്ടർ വന്നിട്ട് ഏകാഗ്രമാക്കണം അതിനെ. അതായത് സുഖദുഃഖങ്ങളാണ് ഈ അലഞ്ഞ് നടക്കുന്നത്, മനസ്സിനെ ഇങ്ങനെ അടിച്ച് പലതാക്കുന്നത്. ആ സുഖദുഃഖങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ എങ്ങനെയാ സുഖദുഃഖങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്? സത്യത്തെ അറിയുമ്പോൾ. ഇതൊന്നും നമ്മളല്ല ചെയ്തത്, ഏതോ കാലത്ത് ചെയ്തു. ഈ പറഞ്ഞ സുഖദുഃഖങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ള ഓണർഷിപ്പ് ഒക്കെ വിട്ട് മനസ്സിന്റെ ചഞ്ചലത കുറച്ച് നമ്മൾ എന്തെങ്കിലും തിരകള് നമ്മുടെ തീരത്തോട് അടുക്കുമ്പോൾ ഭയങ്കര ഉയർന്നു വരും ഇല്ലേ? അതേസമയം അകത്തോട്ട് പോകുമ്പോൾ ശാന്തമാവണ പോലെ നമ്മുടെ അന്തർമുഖമാവുമ്പോ ഈ സത്യത്തെ അറിഞ്ഞു വരുമ്പോ അജ്ഞാനം ഇല്ലാതാവുമ്പോ ഭയമില്ലാതാവുമ്പോ എന്ത് ചെയ്യും? പതുക്കെ തപസ്സാണ് പിന്നെ നമ്മുടെ ജീവിതം ഒരു തപശ്ചര്യയായിട്ട് മാറും. എപ്പോഴും എല്ലാം ആ പാദപത്മങ്ങളില് എവിടെ പോയാലും അമ്മ, എവിടെ കണ്ടാലും അമ്മ, എവിടെയും കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും, എവിടെയും അമ്മ നമ്മുടെ കൂടെ, ഉറക്കത്തിലും ഉണർവിലും എല്ലായിടത്തും അമ്മ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ, എവിടെയും അമ്മയേ ഉള്ളൂ. അതാണ് തപസ് എന്ന് പറയുന്നത്. ഈ അമ്മ എവിടെ പോയി? പാർവതി ദേവി എവിടെ പോയി?
തപസ് ചെയ്യാൻ തന്റെ അമ്മയോട് മൈനയോട് ചോദിക്കണം, അമ്മ ഞാൻ തപസ്സിന് പോവാണ്, ഹൈമവതിയായിട്ടുള്ള ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് തപസ്സിന് പോകണം. അപ്പൊ ഉടനെ അമ്മ പറയണം, അയ്യോ മോളെ, നീ വളരെ അതിസുന്ദരിയാണ്, നിന്റെ ശരീരം മൃദുവാണ്, നീ തപസ്സിന് പോവരുത്, ഈ തപസ്സിന് പോവരുതേ, വേണ്ട വേണ്ട, ഉമ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദേവിക്ക് ഉമ എന്നുള്ള പേര് കിട്ടിയത്. വേണ്ട, നീ ഒരു തപസ് ചെയ്യണ്ട, നിനക്ക് ശിവൻ നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഭർത്താവിന് നിനക്ക് കിട്ടും. ഒരു അമ്മയുടെ സ്നേഹം, അതായത് കാട്ടിൽ ചെന്ന് നിന്റെ ശരീരത്തെ ക്ലേശിപ്പിക്കരുതെന്ന് അമ്മ പറയണു. അങ്ങനെയാണ് ദാക്ഷായണി ഉമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ശിവൻ തപസ് ചെയ്തത് എന്തിനാണോ, അദ്ദേഹം തപശ്ചര്യയിലാണ് ഇരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബാഹ്യ ശരീരത്തെ പൂജിക്കാൻ ഞാൻ ചെയ്യണം അമ്മ, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദേവി ഭയങ്കര ഒറ്റക്കാലിൽ നിന്നിട്ട് എന്താ, അദ്ദേഹം പഞ്ചാഗ്നി, ശിവന്റെ ചുറ്റും പഞ്ച അഗ്നികൾ കത്തുകയാണ്, അതുപോലെ ഞാനും പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്യും. അത് ശിവൻ ഉണർന്ന് കാമദേവനെ ദഹിപ്പിച്ചതിന് ശേഷമാണ്. അങ്ങനെ മനസ്സില് പാർവതിയുടെ നിശ്ചയമായ തപസ്സിന്റെ ആഗ്രഹം കൊണ്ട് എന്താ, ഇവരുടെ പ്രപഞ്ചത്തിന്റെ ആവശ്യമാണ്, ഇവർ തമ്മിൽ കല്യാണം കഴിച്ചെങ്കിൽ സുബ്രഹ്മണ്യൻ ഉണ്ടാവുള്ളൂ, സുബ്രഹ്മണ്യന് താരകാസുരനെയും ശൂരപത്മനെയും വധിക്കണം, ലോകക്ഷേമത്തിന് വേണ്ടി ഈ വിവാഹം നടന്നേ പറ്റൂ. രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ അങ്ങോട്ട് പോയി കല്യാണം കഴിച്ചുകൂടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, തപസ്സിലൂടെ ആ ഏകാഗ്രമായിട്ടുള്ള ആ ഒരു വിഷൻ ഒന്നില് പോയിന്റ് ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് വിചാരിച്ചാലും അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതിനെന്ത് ചെയ്തു, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം തേടി എന്നാ പറയണത്. ആര്, ഈ ശിവന്റെ മനസ്സിലും മാറ്റം വരുത്തണം. ശിവൻ തപസ് ചെയ്ത് ഉഗ്രനായിട്ടിരിക്കണം, കണ്ണ് തുറന്നാലെല്ലാം നശിപ്പിച്ചു കളയും. അപ്പൊ ഒന്ന് സോഫ്റ്റ്, മഹാവിഷ്ണു എപ്പോഴും നമ്മൾ കാണാം സ്ത്രൈണ ഭാവമാണ്, ഒരു സ്ത്രീയുടെ ഭാവമാണ് വിഷ്ണുവിന്. അപ്പൊ അദ്ദേഹത്തെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയാണ് ആര്, ദേവകള്. അല്ലയോ ഭഗവാനെ, അദ്ദേഹം ഇരിക്കുന്ന കണ്ടില്ലേ, ഉഗ്രനാണ്, കംപ്ലീറ്റ് പുരുഷനാണ് ശിവനെങ്കിൽ ഈ വിഷ്ണു സ്ത്രൈണഭാവം ദേവീ ഭാവം കൂടെ ചേർന്നാണ്. വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങയല്ലേ ഈ പ്രപഞ്ചത്തെ സസ്റ്റൈൻ പാലിക്കേണ്ടത്, അങ്ങ് വിചാരിച്ചെങ്കിലേ എന്തെങ്കിലും പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ചെന്ന് വിഷ്ണുവിന്റെ അടുത്ത് പറയാം, ശിവന്റെ മനസ്സിൽ സുദർശനം, ഈ 51 ശക്തിപീഠങ്ങളെ ശക്തിയുടെ ദേഹങ്ങൾ അരിഞ്ഞിട്ടതും അദ്ദേഹത്തിന്റെ 24 സ്പോക്സ് ഉള്ള 24 അരങ്ങളുള്ള സുദർശന ചക്രമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാനും അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അതായത് എന്താ പറയണത്, മഹാവിഷ്ണുവിന്റെ അടുത്ത് അനുഗ്രഹം കൊണ്ട് ശിവന്റെ മനസ്സ് മാറ്റൂ. ഹിമഗിരി സുതേ കാം അപി, ആ ശ്ലോകം നിങ്ങൾ വായിച്ചു നോക്കൂ. പാർവതിയുടെ ഉള്ളിലും ആശ വരണം, ശിവന്റെ ഉള്ളിലും ആശ വരണം. അതെന്ത് ചെയ്യണം, ഗിരിസുതേ കാം അപി, അതായത് ശിവന്റെ ഉള്ളില് ആശ വരാൻ കൃഷ്ണ നീ, അതായത് കൃഷ്ണാംബാംഗത്താൽ, അതായത് കൃഷ്ണന്റെ ഉപാംഗം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉപദേവത, വിഷ്ണു മെയിൻ ദേവത, അവതാരമൂർത്തിയാണ് കൃഷ്ണൻ, അത് അങ്ങ് കനിയണം, അങ്ങ് തന്നെ ചെയ്യണം എന്ന് പറയണം. അങ്ങനെ ഈ പറഞ്ഞ സ്ഥിതികാലം, അതായത് വിഷ്ണുവാണ് സൃഷ്ടി ഉണ്ടാക്കുന്നത്, ദാക്ഷായണിയാണെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചെങ്കിലും തിരിച്ച് ലയിപ്പിക്കുന്നതും രുദ്രഭാവത്തിൽ അമ്മയാണെങ്കിലും സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു രൂപത്തിലിരിക്കുന്ന സാക്ഷാൽ ത്രിപുര സുന്ദരിയാണ്. ഇവര് രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല. വിഷ്ണുവിന്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ശരി ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ശിവന്റെ ഉള്ളില്, അതായത് കണ്ണ് തുറന്നിട്ട് എന്നിട്ട് ഭയങ്കര ദേഷ്യം വന്നു, കാമനെ ദഹിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അപ്രത്യക്ഷനായി. എങ്കിലും ആ വിഷ്ണുവിന്റെ ഉള്ള അതായത് ആ സ്നേഹം കൊണ്ട്, വിഷ്ണു ഉണ്ടാക്കിയ മാറ്റം കൊണ്ട് പാർവതിയെ പരീക്ഷിച്ച് ദേവി പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് അവസാനം ശിവനും ശക്തിയും ചേരുകയാണ്, പാർവതിയും ശിവനും കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അവിടെയും മഹാവിഷ്ണുവിന്റെ പ്രസൻസ് ഉണ്ട്. അത് 2. 3, ദേവിക്ക് അഹോ പുരുഷിക എന്നൊരു പേരുണ്ട്. അതായത് ദേവി അതീവ സുന്ദരിയാണ്. എല്ലായിടത്തും എന്താ പറയാ, ആ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ മുഖം കണ്ടാല്, കാല് കണ്ടാല്, കൈ കണ്ടാല് സൗന്ദര്യം കണ്ടിങ്ങനെ സ്തബ്ധരായിട്ട് നിന്നും. ആ കണ്ടാൽ തന്നെ ഭക്തി വഴിഞ്ഞൊഴുകും. കൈകളിൽ അമ്പ്, വില്ല്, പാശം, അങ്കുശം ഒക്കെ വെച്ചിട്ടുള്ള ദേവിയെ കണ്ടാല് എന്താ പറയാ, അത് കണ്ടിട്ട് തോന്നണു അമ്മ എന്താണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന അങ്കുശം, അമ്മ എന്തിനാണ് അമ്മ ഇതൊക്കെ വെച്ചിരിക്കുന്നത്? അപ്പൊ പറയണു അങ്കുശമായിട്ട് വെച്ചിരിക്കുന്നത് എന്താ പറയാ, എന്റെ കയ്യിൽ, അതായത് മനുഷ്യന്റെ ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ് കാമവും ക്രോധവും. അത് ഇല്ലാതാക്കണം അവരെ. കാമം, അതായത് കാമം എന്ന് പറഞ്ഞാൽ പാശം, എന്റെ കയ്യിലിരിക്കുന്ന പാശം, ഞാനത് എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരിക്കലും ബാക്കിയുള്ളവരിനോട് സ്നേഹം വരില്ല. കാരണം ഞാൻ ത്രിപുര സുന്ദരിയാണ്. എന്നെ കണ്ടാല്, എന്നെ തിരിച്ചറിഞ്ഞാല്, എന്റെ പാദപത്മങ്ങളെ ഒരിക്കൽ രുചിച്ചാൽ ഒരിക്കലും ഇവര് ഈ കാണുന്ന ഞാൻ ഉണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കില്ല. അതുകൊണ്ട് പാശം എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അവർക്ക് കിട്ടാതെ വരുമ്പോ, അവര് ഭൂമിയില് എന്തൊക്കെ ആഗ്രഹിച്ചോ അത് കിട്ടാതെ വരുമ്പോ അവർക്ക് ക്രോധം ഉണ്ടാവും. അത് ഇല്ലാതാക്കാൻ എന്റെ കയ്യിൽ അങ്കുശത്തെ വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അമ്മ. നോക്കൂ എത്ര സ്നേഹമാണ് നമ്മുടെ അടുത്ത്. ഇത് ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന്റെ അനുഗ്രഹം വേണം, ശിവന്റെ അനുഗ്രഹം വേണം, നമ്മുടെ സദാശിവന്റെ അനുഗ്രഹം വേണം. അതായത് കരിമ്പ് വില്ല് മനസ്സാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പറഞ്ഞ 5 അമ്പുകള്
ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന മനുഷ്യനെ സദാ ആകർഷിക്കുന്ന നമ്മുടെ സൃഷ്ട പ്രപഞ്ചത്തിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനുകളെയും അന്ധകരണങ്ങളെയും എല്ലാം സദാ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ എന്താ പറയാ ഈ പുഷ്പബാണങ്ങളാണ്, ഈ ഇന്ദ്രിയങ്ങളാണ്. ഇതെല്ലാം എവിടെ വരണം? ഇതെല്ലാം ഉള്ളിലോട്ട് വന്ന് ഉറക്കത്തിൽ നമുക്ക് ആ സുഖം കിട്ടിയ സ്ഥലത്ത്, ഈ നവദ്വാരേ പുരേ ദേഹി, ഈ ദേഹത്തിലിരിക്കുന്ന ആ ഒരു വിശ്രാന്തി സ്ഥാനത്ത് വന്ന് കിടക്കുമ്പോൾ അവരുമായി ആ അമ്മയായിട്ട് ചേരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് സമാധാനം കിട്ടുന്നു. ഈ സമാധാനം കൊടുക്കുന്നത് ആരാണ്? ജനങ്ങളുടെ ആ രോദനം, ആർദ്രത ആ ഉള്ള ഒരു മനസ്സ്, ആ മനസ്സുള്ളത് ഒരാളെ ഉള്ളൂ. അതിന് എന്റെ പേര് ജനാർദ്ദനൻ എന്നാണ്. ജനാർദ്ദനൻ വിഷ്ണു. അതായത് അർജുനന് ദിവ്യ ചക്ഷുസ്സുകൾ കൊടുത്തിട്ട് ആ തന്റെ ദിവ്യ രൂപത്തെ കാണിച്ചു കൊടുത്തിട്ട് ഭഗവാൻ അർജുനന് ഭയം. നീ അർജുനൻ എന്ന് കണ്ടപ്പോ എന്താ ഭയം? അയ്യോ ഭഗവാനെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, തല ആകാശത്ത് 10 തലകള്, അങ്ങയുടെ കാലുകൾ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ രൂപം തരൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ തന്റെ പഴയ രൂപം കാണിച്ചു കൊടുത്ത് ആ ദുഃഖത്തെ അർജുനന്റെ, നമ്മുടെ ജീവാത്മാവിന്റെ ഓരോരുത്തരുടെയും, നമ്മൾ ജനിച്ച ഓരോരുത്തരുടെയും ആ ആളുകളുടെ രോദനത്തെ, ദുഃഖത്തെ മാറ്റുന്നവൻ ജനാർദ്ദനൻ. ആ കൃഷ്ണഭക്തി, അതായത് അത് ഒരു രസായനമാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. അതായത് ഈ വിഷ്ണു തന്നെയാണ് പാലാഴി മഥനത്തില് അമൃതമായിട്ട് മോഹിനി വേഷം കെട്ടി വന്നത്. പരമേശ്വരൻ മോഹിനി വേഷം കാണാൻ ആഗ്രഹിച്ചെന്നും നമുക്കറിയാം. പാലാഴി മഥനത്തില് അമൃത് കൊണ്ടുവന്നപ്പോ മോഹിനിയുടെ വേഷം, അതും വിഷ്ണു, അതും ദേവിയുടെ രൂപം. അതായത് വിഷ്ണുവും ദേവിയും തമ്മിൽ വ്യത്യാസമായിട്ട് വിചാരിക്കുന്ന ഒരു ശ്രീവിദ്യ ഉപാസകന് ഒരിക്കലും തന്റെ അമ്മയെ അറിയാൻ പറ്റില്ല. ബിക്കോസ് ഇവര് രണ്ടുപേരും ഒന്നാണ്. 2 രൂപങ്ങൾ മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. മോഹിനി വേഷം, അതായത് ശിവൻ കണ്ടില്ല, ശിവന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ അമ്മ തനിച്ചിരിക്കും, വിഷ്ണു തനിച്ചിരിക്കുമ്പോഴത്തേക്ക് വന്ന് ചോദിക്കുകയാണ് ഹരിയോട് ഹരൻ ചോദിക്കുകയാണ്, അങ്ങ് അന്നെടുത്ത മോഹിനി വേഷം എന്നെ ഒന്ന് കാണിക്കൂന്ന് അദ്ദേഹം. അപ്പൊ അങ്ങനെ ആ മോഹിനി വേഷം വീണ്ടും ഒരിക്കൽ കൂടെ എടുക്കുകയാണ് ദേവി. ആരാണ് മോഹിനി? മോഹിപ്പിക്കുന്നവള്, ഈ ത്രിലോക സുന്ദരി, ത്രിലോക മോഹിനി, ത്രിപുര സുന്ദരി, 3 പുരങ്ങളെയും മോഹിപ്പിക്കുന്നവള്. അത് ശിവന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ശിവൻ എന്ത് ചെയ്തു? ആ അമ്മയുമായിട്ട് ആ തന്റെ ആകർഷണം വന്നപ്പോഴത്തേക്കാണ് നമ്മള് ശിവന്റെയും ഹരിയുടെയും ഹരന്റെയും പുത്രനായിട്ട് അയ്യപ്പൻ, അതായത് നമ്മുടെ ശബരിമലയിൽ ഇരിക്കുന്ന ശബരി എന്ന് പറയുന്ന മഹാതപസ്വിയായിട്ടുള്ള രാമതത്വത്തെ തിരിച്ചറിഞ്ഞ് ശബരിമലയില് ഇരിക്കുന്ന ആ നിത്യ ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ഹരിഹരപുത്രൻ, അതായത് അയ്യപ്പൻ. അതായത് ഈ മോഹിനി വേഷം എന്ന് പറയുന്നതിനാണ് നമ്മൾ ഗോപാലസുന്ദരി എന്ന് പറയുന്നത്. അതായത് ഗോപാലസുന്ദരി എന്ന് പറഞ്ഞാൽ നമുക്ക് ദേവിയുടെ 2 ഇപ്പുറത്ത് 4 കൈ, അപ്പുറത്ത് 4 കൈ, കൃഷ്ണന്റെ 4, മറ്റേ ദേവിയുടെ 4, ദേവിയുടെ ശിവന്റെ വിഷ്ണുവിന്റെ കൃഷ്ണന്റെ ഭാഗത്താണെങ്കിൽ പുല്ലാങ്കുഴല് എല്ലാം, പുല്ലാങ്കുഴല്, ശംഖുചക്ര ഗദാപത്മം അല്ലേ ഭഗവാന്? ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയില്ല, പത്മം, പുല്ലാങ്കുഴല്. ഇപ്പുറത്തെ ദേവിയുടെ കയ്യിലാണെങ്കിലോ പാശം, അങ്കുശം, കരിമ്പുവില്ല, പുഷ്പബാണങ്ങള്. എവിടെ നിൽക്കണു? കൽപ്പവൃക്ഷത്തിന്റെ താഴെ. കൽപ്പവൃക്ഷം എന്ത് കൽപ്പിച്ചാലും തരുന്ന വൃക്ഷം എവിടെയാ? മനസ്സ് അല്ലേ? കൽപ്പവൃക്ഷം നമ്മുടെ എന്താ? നമുക്ക് എല്ലാം മനസ്സിനോട് പറയുന്നു. മനസ്സ് ചെന്ന് എവിടെ ചെന്ന് പറയണു? അമ്മയോട് പറയുന്നു. നമ്മുടെ മനസ്സ് ചിന്താമണിയാണ്, ചിന്താമണി ഗ്രഹത്തിന് ഇരിക്കുന്ന ആളാണ്. അവിടെ പിന്നെ കൽപ്പവൃക്ഷമൊക്കെ ദേവിയുടെ ഫോർട്ടിൽ എത്രയോ താഴെയാ വരണത്. കൽപ്പവൃക്ഷം ദേവി ചിന്താമണിയല്ലേ? അപ്പൊ ഈ ദേവി നിൽക്കുന്നത്, ഈ ഗോപാലസുന്ദരി നിൽക്കുന്നത് കൽപ്പവൃക്ഷത്തിന്റെ താഴെ. ഈ ശ്രീചക്രത്തിൽ ദേവിയെ കുങ്കുമം കൊണ്ട് അർച്ചന നടത്തുമ്പോ ആരെയാ നമ്മൾ ചെയ്യണത്? ഗോപാലസുന്ദരി. അവിടെ ചന്ദനം കൊടുക്കുമ്പോ ആർക്കാ കൊടുക്കണ? വിഷ്ണുവിന്. നമ്മൾ സാധാരണ ഏത് ശ്രീചക്രത്തിലും കുങ്കുമം നനച്ചു വെച്ചിട്ടാണ്, ചന്ദനം നനച്ചു വെച്ചിട്ടാണ് കുങ്കുമ പൊട്ടിടുന്നത്. അപ്പൊ അവിടെ ആര് വന്നു? ഗോപാലസുന്ദരി വന്നു. അതായത് ശിവചക്രം 5, ശക്തിചക്രങ്ങൾ 5 നമ്മൾ കണ്ടു. 44 ത്രികോണം. അതിൽ 9 എന്ന് പറയുന്നത് മൂലപ്രകൃതി, കൃഷ്ണന്റെ അപരാപ്രകൃതി. അതായത് 8 ഇതും പരാപ്രകൃതി. പരാ എന്ന് പറയുന്ന ദേവി, ബിയോണ്ട്. അതായത് ഈ 9 എന്ന് പറയുന്ന ത്രികോണം, ഈ ദ്വാരങ്ങള് 9 എന്ന് പറയുന്ന ഇത് നമ്മുടെ ശ്രീചക്രത്തിൽ കാണുന്ന 9 ആവരണങ്ങളില് 8 ആവരണങ്ങള് കൃഷ്ണന്റെ അപരാപ്രകൃതി, ഈ പറഞ്ഞ പ്രപഞ്ചവും, പരാ എന്ന് പറയുന്ന ബിയോണ്ട് ഒരെണ്ണം ദേവിയുടേതും. 8 + 1 9 ത്രികോണങ്ങൾ. അതായത് മഹാവിഷ്ണു അഹോ പുരുഷിക എന്നുള്ള രൂപത്തില് ഈ ദേവി ഞാൻ പുരുഷനാണ് എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു. വിഷ്ണു രൂപത്തില് ആ വിഷ്ണു ദേവിയാണെന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു, ത്രിപുരസുന്ദരിയായിട്ട്. അതുപോലെ ഈ ഗോപാലസുന്ദരി മന്ത്രത്തിൽ നോക്കുകയാണെങ്കിൽ 33 ബീജാക്ഷരങ്ങള്, 18 വിദ്യാ രാജഗോപാലം. അതായത് നമ്മള് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് പറയുന്ന 18 വിദ്യാ രാജഗോപാലും പഞ്ചദശിയുടെ 15 മന്ത്രങ്ങളും കൂടെ ചേരുമ്പോ എന്താണ്? ലളിതാ ത്രിപുര സുന്ദരിയുടെ ഗോപാലസുന്ദരി എന്നുള്ള മന്ത്രം.
ഇതാണ് ഏറ്റവും ഉയർന്ന മന്ത്രം. ശ്രീവിദ്യ ഉപാസകർക്ക് ഈ പറഞ്ഞ എന്താ പറയാ കർക്കടക മാസത്തില് ഏത് മാസത്തിലും ഏത് ദുഃഖങ്ങൾ വരുമ്പോഴും ആ അമ്മയുടെ ഒരു നിഗൂഢമായിട്ടുള്ള അധികം അറിയാത്ത ഒരു പ്രിവിലേജ് ആണ്. നമ്മൾ പ്രിവിലേജ്ഡ് ആളുകളാണ്. കാരണം ശ്രീവിദ്യ ഉപാസകർക്ക് മാത്രമേ ഗോപാലസുന്ദരിയെ ഭജിക്കാൻ പറ്റുള്ളൂ. അവർക്ക് പരയായിട്ട് പോവാം. ബിയോണ്ട് ആയിട്ടുള്ള അമ്മയുടെ അനുഗ്രഹവും കിട്ടും. ഈ പറഞ്ഞ സൃഷ്ട പ്രപഞ്ചത്തില് നമുക്ക് ഓരോരുത്തർക്കും, അതായത് ഈ പ്രപഞ്ചത്തിലെ അഷ്ടപ്രകൃതിയായിട്ടിരിക്കണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന സുഖദുഃഖങ്ങളെ നമുക്ക് അത് സഹിക്കാനും അത് എന്താ പറയാ അതിനെ ഒരു ബാലൻസിൽ നിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്, ഈ ശരീരം ഉപാധിയാണ്, ഈ ഉപാധിയിൽ ഇരുന്നുകൊണ്ട് ഈ സാധന ഈ ഒരു എന്താ പറയാ ഒരു സാധനം, നമ്മുടെ ശരീരം ഒരു സാധനമാണ്. അതിലിരുന്ന് എന്ത് ചെയ്യണം? സാധ്യത്തെ അറിഞ്ഞിട്ട് സാധന ചെയ്ത് സിദ്ധനായി തീരണം. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമ്മൾ ഓരോന്നും സിദ്ധന്മാരാണ്. നമുക്കറിയില്ല നമ്മുടെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ശക്തി പ്രപഞ്ചാതീതമായിട്ടുള്ള ശക്തിയും പ്രപഞ്ചവും അഷ്ടപ്രകൃതിയും അതിന്റെ ബിയോണ്ട് ആയിട്ടിരിക്കുന്ന പരയായിട്ടിരിക്കുന്ന ആ ദേവീ ശക്തിയും കൂടെ ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും. പൂർണ്ണമാണ്, നമ്മൾ പൂർണ്ണമാണ്. ആ പൂർണ്ണ തത്വത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ ഒന്നും അപൂർണമായിട്ടില്ല. അത് നമുക്ക് അപൂർണമാണെന്ന് തോന്നാൻ കാരണം മായയാണ്, ആവരണമാണ്, വിക്ഷേപമാണ്, അജ്ഞതയാണ്, അവിദ്യയാണ്. ഇതെല്ലാം മാറ്റാൻ ആ മഹാത്രിപുര സുന്ദരിയുടെ പാദപത്മങ്ങള് ആര് സറണ്ടർ ചെയ്യണോ, നമ്മൾ ഓരോരുത്തരും ചെയ്ത പോലെ ഒരു സാധനാ മാർഗത്തിൽ പ്രവേശിച്ച് ആ ഒരു ശ്രീവിദ്യ ഉപാസനയിലൂടെ മഹത്തായിട്ടുള്ള വിദ്യ ശ്രീവിദ്യ ഈ വിഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി, പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന വിഷങ്ങളെയൊക്കെ തന്റെ കഴുത്തിൽ തന്നെ നിർത്തി, തന്റെ ശരീരത്തെ അഫക്റ്റ് ചെയ്യാതെ, അതുകൊണ്ട് ശരീരം നഷ്ടപ്പെട്ടു പോവാതെ, ബിക്കോസ് ഈ ഉപാധി ഇല്ലെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ഉപാദാനം, അതായത് നമുക്ക് എന്തിനെയാണോ നമ്മൾ ആകർഷിച്ച് നമുക്ക് ചെന്നെത്തേണ്ടത് ആ സ്ഥലം നമുക്ക് ചിന്തിക്കാൻ ബുദ്ധി ഇല്ലാതായി പോകും. ബുദ്ധി എന്ന് പറയുന്നത് ആ ബ്രെയിൻ പവർ, അത് നമുക്കൊരു എന്താ പറയുക ഇല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാരഥി ഈ പറയുന്ന ശരീരമാകുന്ന രഥത്തില് 5 കുതിരകളെ പൂട്ടിയ ഈ ഒരു നല്ല രഥത്തില് ആ ദേവി നമുക്ക് ദേവി തന്ന ബ്ലെസ്സിങ്, അമ്മയുടെ ഗിഫ്റ്റ് ആണ് നമ്മുടെ ശരീരം. ആ അമ്മ തന്ന ആ ഗിഫ്റ്റിനെ നന്നായിട്ട് തൂത്ത് തുടച്ച് ഭംഗിയായിട്ട് വെച്ച് ആ ശരീരത്തെ ബാഹ്യമായിട്ട് എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതുപോലെ മന്ത്രജപങ്ങളും എന്താ പറയാ ധൂപ ദീപ നൈവേദ്യം കൊടുത്ത് പഞ്ചഭൂതങ്ങളെ അറിഞ്ഞ് അതിന് ആ പരയായിട്ടിരിക്കുന്ന ഇതെല്ലാം കൊടുക്കുമ്പോഴും അമ്മ ഉണ്ടാക്കിയ പഞ്ചഭൂതാത്മകമായ ഈ ശരീരം അമ്മയുടെ പാദസംസ്പർശനം തേടി കാറ്റായിട്ട് മഴയായിട്ട് എന്ത് പല രൂപത്തില് അമ്മയുടെ ആ ഒരു സ്പർശനത്തിന് വേണ്ടി ജന്മാന്തരങ്ങളായിട്ട് അലയുന്ന ഈ ദേഹത്തെ, ഈ ദേഹിയെ, ഈ ആത്മാവിനെ, ഈ ജീവാത്മാവിനെ അമ്മ ചിന്താമണി ഗൃഹത്തിലായിക്കോട്ടെ, മണിദ്വീപത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എനിക്ക് അതിനുള്ള അർഹതയുണ്ട്. ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു. എനിക്ക് അവിടെ എത്തിച്ചേരാൻ ഇനി എന്താ വേണ്ടത്? അമ്മയുടെ അനുഗ്രഹം. അമ്മയ്ക്ക് അനുഗ്രഹ ശക്തികളുണ്ട്, എനിക്കറിയാം. പക്ഷെ അമ്മ എന്താ ചെയ്യണം? എനിക്ക് അനുഗ്രഹം ചെയ്യണേ അമ്മ. ബിക്കോസ് അമ്മയുടെ ആ അനുഗ്രഹ കരങ്ങളെ ഞാൻ സദാ സ്മരിക്കുന്നു. അഭയം തരുന്നു. ആ ഭയമില്ലാത്ത അവസ്ഥ, അമ്മയെ ചിന്തിക്കുമ്പോൾ ഭയങ്ങളെല്ലാം എന്നെ വിട്ടുപോണു. ആ പാദപത്മങ്ങളിൽ എനിക്ക് ചേരാൻ പറ്റണേ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രീവിദ്യ ഉപാസകരാണെങ്കിൽ ടോട്ടൽ സറണ്ടർ അമ്മയുടെ പാദത്തിൽ വരണം. പിന്നെ നാളെ വെള്ളിയാഴ്ച, നാളെ വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചദശി മന്ത്രം ഉള്ളവർക്കെല്ലാം ഈ ഗോപാലസുന്ദരി മന്ത്രം ഞാൻ തരും. ഈ മന്ത്രം നിങ്ങൾ എൻ്റെ അടുത്ത് ജപിക്കാൻ പറഞ്ഞ പോലെ, അതായത് ഞാൻ എന്നുള്ളൊരു വ്യക്തി അല്ല ഇവിടെ, നിങ്ങൾ എല്ലാവരും നമ്മൾ കണക്റ്റഡ് ആണ്. ഇവിടെ ഞാൻ നീ എന്നുള്ളൊരു ഭേദഭാവനയില്ല. നാളെ വെള്ളിയാഴ്ച സന്ധ്യ സമയത്ത് ദേവിയുടെ ഗോപാലസുന്ദരി മന്ത്രം, നമുക്കത് എളുപ്പമാണ്, എഴുതിയെടുക്കുക പോലും വേണ്ട. കാരണം നമ്മുടെ 2 മന്ത്രങ്ങളുടെ മിക്സ് ആണത്. അപ്പൊ അത് നിങ്ങൾക്ക് 3 പ്രാവശ്യം ജപിച്ച് നിങ്ങളുടേതാക്കിക്കൊള്ളണം. നിങ്ങൾ ഈ കർക്കിടക മാസത്തില് എല്ലാ ദിവസവും 21 പ്രാവശ്യമോ 9 പ്രാവശ്യമോ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതൊരു സാധനയല്ല, അതൊരു എന്താ പറയാ വേറൊരു പ്രപഞ്ചത്തിലോട്ട് ആ കൃഷ്ണനെയും ദേവിയും കൂടെ, ഇതുവരെ നമ്മൾ പൂജിച്ചിരുന്ന ഗുരുവായൂരപ്പനാണ് എൻ്റെ അമ്മ എന്ന് തിരിച്ചറിയുന്ന സന്തോഷത്തിലൂടെ, ആ ദേവിയിലൂടെ, ആ കൃഷ്ണനിലൂടെ, രണ്ടുപേരുടെ സംയോഗത്തിലൂടെ ജീവാത്മ പരമാത്മ ഐക്യമാകുന്ന മോക്ഷ പദത്തിലേക്ക്, ആ കൈവല്യ പദത്തിലേക്ക് ആ അമ്മ നമ്മളെ കൊണ്ടുപോട്ടെ. അതിനെല്ലാം ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് വാങ്ങിക്കാം. ഇന്നൊരു ദിവസം ഇങ്ങനെ പോയില്ലെങ്കിൽ നാളെ ഇതെനിക്ക് മന്ത്രം തരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നാളെ നമ്മൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകമോ ദേവിയുടെ ലളിതാ സഹസ്ര മാഹാത്മ്യമോ എന്തെങ്കിലുമൊക്കെ നാളെ ഒരു ദിവസം നമ്മൾ വായിക്കും. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ അടുത്ത തിങ്കളാഴ്ച തൊട്ട് കണ്ടിന്യൂ ചെയ്യും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശ്രീ മാത്രേ നമഃ.